മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട മതപരിവർത്തന ലൈംഗിക പീഡന കേസിൽ നിർണായക അറസ്റ്റ്. കേസിലെ മുഖ്യപ്രതിയുമായി HR മാനേജർ നിത ഗാനിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഏകദേശം 40 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് നിതയെ അന്വേഷണ സംഘം പിടികൂടിയത്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ നഗരത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ബലാത്സംഗം, ലൈംഗിക ചൂഷണം, യുവതികളെ മതപരിവർത്തനത്തിന് നിർബന്ധിതരാക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളിലാണ് നിതാഗാനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം സംഭാജി നഗർ ക്രൈംബ്രാഞ്ച്, പോലീസ് കമ്മീഷണറേറ്റ് എന്നിവ സംയുക്തമായി നടത്തിയ നിരീക്ഷണവും അന്വേഷണവുമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. വിവരങ്ങൾ പ്രകാരം കേസിൽ ഉൾപ്പെട്ട സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ മുഖ്യ ആസൂത്രകയായിരുന്നതായി നിതാഗാനെ പോലീസ് സംശയിക്കുന്നു. സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളെ മാനസികമായി സ്വാധീനിച്ച് മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചിലരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തതിൽ നിത നിർണായക പങ്കുവഹിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പീഡനത്തിന് ഒത്താശ ചെയ്തതും മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതുമായ തെളിവുകളും പോലീസിന് ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 6 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മുഖ്യപ്രതി എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ട നിതാഗാൻ കേസ് പുറത്തുവന്നതോടെ ഒളിവിൽ പോയിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി കൈസർ കോളനിയിലെ ഒരു ഫ്ളാറ്റിൽ മാതാപിതാക്കളും സഹോദരനും അമ്മായിയുമൊപ്പമാണ് നിത താമസിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 2 ദിവസമായി ഫ്ളാറ്റ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെന്നും അതിനൊടുവിലാണ് അറസ്റ്റ് നടന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിനിടെ താൻ 2 മാസം ഗർഭിണിയാണെന്ന് ചൂണ്ടിക്കാട്ടി നിതാഗാൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കേസിന്റെ ഗൗരവവും പ്രതിക്കെതിരായ ആരോപണങ്ങളുടെ സ്വഭാവവും കോടതി ഗൗരവത്തോടെ പരിഗണിച്ച് ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. നിതയുടെ പങ്ക് കേസിൽ അതീവ നിർണായകമാണെന്ന അന്വേഷണ സംഘത്തിന്റെ വാദവും കോടതി രേഖപ്പെടുത്തിയിരുന്നു. നാസിക്കിലെ TCS ശാഖയിൽ ജോലി ചെയ്തിരുന്ന 8 വനിതാ ജീവനക്കാരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി നൽകിയത്. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ തന്നെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചതായും മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തിയതായും പരാതിയിൽ ആരോപിച്ചു. പരാതിക്കാരിയായ യുവതികളിൽ ഭൂരിഭാഗവും 18 മുതൽ 25 വയസ്സ് വരെയുള്ളവരാണെന്നും പലരും ആദ്യമായി ജോലി ചെയ്യുന്നവരാണെന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഇവർ കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ജോലി ചെയ്തിരുന്നതെന്നും മിണ്ടാതിരുന്നതെന്നുമാണ് റിപ്പോർട്ട്. പരാതി ഉയർന്നതിന് പിന്നാലെ നാസിക് സിറ്റി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. സംഭവം വളരെ ഗൗരവമുള്ളതാണെന്ന് വിലയിരുത്തിയ പോലീസ് രഹസ്യാന്വേഷണത്തിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമായി പ്രത്യേക സംവിധാനമൊരുക്കി. രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരെന്ന വ്യാജേന TCS ഓഫീസിൽ പ്രവേശിച്ച് ഏകദേശം 2 ആഴ്ചക്കാലം നിരീക്ഷണം നടത്തിയതായാണ് വിവരം. ഈ കാലയളവിൽ ചില ജീവനക്കാർ സഹപ്രവർത്തകരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും മതപരിവർത്തനത്തിനായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ സൂചനകൾ ലഭിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ലൈംഗിക ചൂഷണവും മതപരിവർത്തന ശ്രമങ്ങളും സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ കമ്പനി മാനേജ്മെന്റിനും HR വിഭാഗത്തിനും നൽകിയിരുന്നുവെന്നാണ് പരാതിക്കാരായ യുവതികളുടെ ആരോപണം. എന്നാൽ അവഗണനയാണ് നേരിട്ടതെന്ന് അവർ പറയുന്നു. ഏകദേശം 78 ഇമെയിലുകളും മറ്റ് സന്ദേശങ്ങളുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. പലതവണ പരാതി നൽകിയിട്ടും HR വിഭാഗം നടപടി സ്വീകരിച്ചില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നതായും പറഞ്ഞിരുന്നു. ചില യുവതികളെ റമദാൻ നോമ്പെടുക്കാൻ സമ്മർദ്ദപ്പെടുത്തിയതായും നമസ്കാരം ചെയ്യാനും ഭക്ഷണരീതിയിൽ മാറ്റം വരുത്താനും നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. മതപരിവർത്തനം നടത്തുന്നതിനായി വിദേശത്ത് നിന്ന് ധനസഹായം ലഭിച്ചോ എന്ന കാര്യവും അന്വേഷണ സംഘത്തിന്റെ പ്രധാന അന്വേഷണ ഭാഗമാണ്. പ്രതികൾ ജോലി വാഗ്ദാനം ചെയ്ത യുവതികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അവരുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ചിലരെ വിവാഹ വാഗ്ദാനം നൽകി വശീകരിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് മതം മാറണമെന്ന് സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് പരാതികൾ. ഈ കേസ് ഒരു സ്ഥാപനത്തിനുള്ളിലെ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം എന്ന പരിധി കടന്ന് നിർബന്ധിത മതപരിവർത്തനം, സ്ത്രീ സുരക്ഷ, ജോലിസ്ഥലങ്ങളിലെ പീഡനം, മതസ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് ചർച്ച നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഹർജിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും അന്വേഷണത്തിൽ നിന്ന് ഇനി എന്തെല്ലാം വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.